എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിൻഡോസിലെ ടാസ്ക് ബാറിനെ കുറിച്ചാണ്. ടാസ്ക് ബാറിലെ എലമെൻസുകളും ടാസ്ക് ബാറിൽ എങ്ങനെ നാവിഗേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ ഏറ്റവും താഴത്തെ ഏരിയയാണ് ടാസ്ക് ബാർ എന്ന് വിളിക്കുന്നത്. ടാസ്ക് ബാറിലൂടെ നാവിഗേറ്റ് ചെയ്യാനായിട്ട് ടാബ് അതുപോലെ തന്നെ ഷിഫ്റ്റ് ടാബ് യൂസ് ചെയ്യാവുന്നതാണ്. ടാസ്ക് ബാറിലേക്ക് പോകാനുള്ള കീ സ്ട്രോക്ക് എന്ന് പറയുന്നത് വിൻഡോസ് ടി ആണ്. ഇൻസേർട്ട് ടി കൊടുത്ത് ടൈറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ ടാസ്ക് ബാർ എന്ന് അനൗൺസ് ചെയ്യും. ഡെസ്ക്ടോപ്പിൽ നിന്നും ടാബ് പ്രസ് ചെയ്തുകൊണ്ട് ടാസ്ക് ബാറിലെ ഓരോ എലമെന്റിലൂടെയും നാവിഗേറ്റ് ചെയ്ത് നോക്കാം. ഇത്രയും ഓപ്ഷൻസ് ആണ് ടാസ്ക് ബാറിലുള്ളത്. ഈ ഓപ്ഷൻസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം. ഡെസ്ക്ടോപ്പിൽ നിന്നും ടാബ് പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫസ്റ്റത്തെ ഓപ്ഷനാണ് സ്റ്റാർട്ട് ബട്ടൺ. ഈ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്താൽ നമ്മുടെ സ്റ്റാർട്ട് മെനു ഓപ്പൺ ആവും. ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സ്പേസ് ബാർ അല്ലെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. അഗെയിൻ ടാബ്, ടൈപ്പ് ഹിയർ ടു സെർച്ച് ബട്ടൺ. ഈ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്താൽ നമ്മളെ കമ്പ്യൂട്ടറിനകത്തുള്ള ഫയലുകളും ഫോൾഡറുകളൊക്കെ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ്. അഗെയിൻ ടാബ്, ടോക്ക് ടു കോർട്ടാന ബട്ടൺ. ഈ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വോയിസ് സെർച്ചിലൂടെ ആപ്ലിക്കേഷൻസുകളും ഫയലുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിന്നും ടാബ് കീ പ്രസ് ചെയ്താൽ റണ്ണിങ് ആപ്ലിക്കേഷൻ ടൂൾ ബാറിലേക്ക് എത്താൻ കഴിയും. കൂടാതെ റണ്ണിങ് ആപ്ലിക്കേഷൻ ടൂൾ ബാറിലേക്ക് പോകാനുള്ള കീ സ്ട്രോക്ക് വിൻഡോസ് ടി. ഓക്കെ, ഇവിടെ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആരോ കീസ് യൂസ് ചെയ്തിട്ട് ഇവിടെയുള്ള ഓപ്ഷൻസിലൂടെയൊക്കെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഈ റണ്ണിങ് ആപ്ലിക്കേഷൻ ടൂൾ ബാർ ഉപയോഗിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാതെ മിനിമൈസ് ചെയ്യുന്ന ഒരവസ്ഥയിൽ ആ ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്ന ഏരിയ ആണ് റണ്ണിങ് ആപ്ലിക്കേഷൻ ടൂൾ ബാർ. നിലവിൽ ഇവിടെ ആപ്ലിക്കേഷൻസ് ഒന്നും റൺ ചെയ്യുന്നില്ല. രണ്ട് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാം. നോട്ട് പാഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി എക്സൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, മൈക്രോസോഫ്റ്റ് എക്സലും ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ആപ്ലിക്കേഷൻസ് ക്ലോസ് ചെയ്യാതെ നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് പോകണം. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ഓൾട്ട് ടാബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസിലൂടെ സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ഓൾട്ട് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ടാബ് കീ പ്രസ് ചെയ്യാം. ഓക്കെ, അഗെയിൻ ഓൾട്ട് ടാബ്. നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ആണോ ഓപ്പൺ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ്റെ പേര് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഓൾട്ട് കീ റിലീസ് ചെയ്താൽ മതി. ഇത്തരത്തിൽ എത്ര ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അതിലൂടെയൊക്കെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. റണ്ണിങ് ആപ്ലിക്കേഷൻ ടൂൾ ബാറിൽ നിന്ന് ടാബ് കീ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഏരിയയിലേക്ക് എത്താം. ഇതുകൂടാതെ നോട്ടിഫിക്കേഷൻ ഏരിയയിലോട്ട് പോകാനുള്ള കീ സ്ട്രോക്ക് വിൻഡോസ് ബി ആണ്. നോട്ടിഫിക്കേഷൻ ഏരിയയിൽ സിസ്റ്റം ക്ലോക്ക്, ബാറ്ററി സ്റ്റാറ്റസ്, നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആരോ കീസ് യൂസ് ചെയ്തിട്ട് ഒരു ഓപ്ഷനിലൂടെ നാവിഗേറ്റ് ചെയ്യാം. Tray input indicator dash English left parent United States right parent button. System clock 11:18 p.m. 17 done 21 button. Action center 14 new notifications button. Notification Chevron button. നോട്ടിഫിക്കേഷൻ ഏരിയയിൽ നിന്ന് ടാബ് കീ പ്രസ് ചെയ്താൽ ഷോ ഡെസ്ക്ടോപ്പ് ബട്ടണിലെത്താം. Show desktop button. സ്പേസ് ബാർ അല്ലെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്താൽ ഡെസ്ക്ടോപ്പിലേക്ക് പോകാൻ കഴിയും. Folder view list L1 of 26. ടാസ്ക് ബാറിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു.